ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഫസ്റ്റ് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ സ്റ്റിച്ച് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡിൻ്റെ അളവൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 8 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് അറ്റം എല്ലാം മടക്കി തയ്ച്ചിട്ട് പിന്നെ നമ്മൾ 7 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളവുമാക്കിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നൂല് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നൂല് നമുക്ക് 6 ഇഴയിലാണ് ഈ നൂലുണ്ടാവുക. അപ്പോൾ നമ്മളത് രണ്ടായി ഭാഗിക്കണം. 3 ഇഴ നൂലാണ് റണ്ണിങ് സ്റ്റിച്ചിന് ഉപയോഗിക്കുന്നത്. ആ 3 ഇഴ നൂലെടുത്ത് നമ്മൾ നീഡിലിൽ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നീഡിലിൻ്റെ സൈസ് 4 സൈസാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 3 ഇഴ നൂല് കോർത്ത് കൊടുത്തിട്ടുണ്ട്. നൂല് കോർത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അറ്റം കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ലൈന് വരഞ്ഞു കൊടുക്കണം. നേരെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ലൈന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ആദ്യം തന്നെ നമ്മൾ തുടങ്ങുക ക്ലോത്തിൻ്റെ അടിവശത്ത് നിന്നാണ്. നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റായിട്ട് നേരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന സ്റ്റിച്ചല്ലേ റണ്ണിങ് സ്റ്റിച്ച്. എളുപ്പത്തിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്ത് കൊടുത്താൽ മതി. കഴിയുന്നതും നമ്മൾ ചെറിയ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. വലിയ സ്റ്റിച്ച് ഇടാം, പക്ഷേ കാണാൻ ഒരു ഭംഗിക്ക് നമ്മൾ ചെറിയ സ്റ്റിച്ച് അത് ഒരേ അളവിൽ ഗ്യാപ്പിട്ട് കൊടുത്ത് വരുമ്പോഴാണ് അത് കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മളിതാ ഈ ലൈന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടിയിലേക്ക് നൂല് കുത്തിയെടുത്ത് അടിയിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മോട്ടീഫിലേക്ക് ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതാ മോട്ടീഫിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡിസൈന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാർബൺ പേപ്പർ ഉപയോഗിച്ച് ക്ലോത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്കെച്ച് ചെയ്തെടുക്കുന്നത് കൂടി കാണിച്ചു തരാം. നമ്മൾ വരച്ച ഡിസൈനിൻ്റെ അടിയിലായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കാർബൺ പേപ്പറിൻ്റെ കളറുള്ള ഭാഗമാണ് നമ്മൾ തുണിയോട് ചേർത്ത് വെക്കേണ്ടത്. വെച്ചതിന് ശേഷം നമ്മൾ ചിത്രം മുകളിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ട് ആ ചിത്രത്തിൻ്റെ മുകളിൽ കൂടെ വരഞ്ഞു കൊടുക്കുക. ഇതാ നമ്മൾ ക്ലോത്തിലേക്ക് സ്കെച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ റിങ്ങിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ റിങ്ങിൽ സെറ്റ് ചെയ്യുന്നത് ഇതാ ഇതുപോലെയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ വലിയ റിങ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തുണി നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് ടൈറ്റാക്കിയിട്ട് വെക്കണം. അല്ലെങ്കിൽ ലൂസായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തിയാവില്ല.
നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ റിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അടിയിൽ കൂടെ നമ്മൾ നൂല് സൂചി കുത്തിയെടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിയിലും ഭംഗിയായിട്ടും വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഏതൊരു ഡിസൈനും ഔട്ട്ലൈനായിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിന് ചിക്കൻകാരി വർക്ക്, കാന്ത വർക്ക് എന്നൊക്കെ പേരിലും അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഏതൊരു ഡിസൈനും വളരെ ഭംഗി കൊടുക്കുന്നൊരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. പിന്നെ ഏതൊരു ഡിസൈനും നമ്മൾ ചെയ്യുകയാണെങ്കിലും ചെറിയ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ ഭംഗി കൊടുക്കുക. അപ്പം നമ്മുടെ സ്റ്റിച്ചൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഡിസൈനിൻ്റെ വളവ് തിരിവൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ എൻഡിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൂചി താഴോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് പിന്നെ ശേഷം മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ട് വേണം ബാക്കിയുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ. കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ സൂചി താഴോട്ട് കുത്തിയെടുത്തിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഡിസൈനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളും ഇതുപോലെ ഇതിനും നല്ല ഒരു ഡിസൈന് തിരഞ്ഞെടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റിച്ചുമായിട്ട് വരാം. അതുവരേക്കും ബൈ.